രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ മൂന്നാം ബലാത്സംഗ കേസിൽ രഹസ്യമൊഴിയെടുക്കാൻ SIT വിദേശത്തുള്ള യുവതിയുടെ രഹസ്യമൊഴിയാണ് രേഖപ്പെടുത്തുക. തിങ്കളാഴ്ച ഹൈക്കോടതി അനുമതി തേടും. SIT യുവതിയുമായി സംസാരിച്ചുവെന്നാണ് വിവരം. മൊഴിയെടുക്കാൻ എംബസിയുടെ അനുമതിയും തേടും. വിവരങ്ങൾ നൽകാൻ ശ്രീനന്ദ ചേരുന്നുണ്ട്. ശ്രീനന്ദ, വെരി ഗുഡ് മോർണിംഗ്. രാവിലെ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പുകളൊക്കെ പൂർത്തിയായിരുന്നു. ഇപ്പോഴിതാ അടുത്ത നീക്കം, അതായത് ഈ പെൺകുട്ടിയുടെ അതിജീവിതയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുമെന്നതാണ്. ഈ പെൺകുട്ടിയുടെ പരാതിയിൽ ചില ഗുരുതരമായ പരാമർശങ്ങളും തെളിവുകളുമാണുള്ളത് രാഹുലിനെതിരെ. ഇത് എത്രത്തോളം ഈ കേസിൽ നിർണായകമാകും? എപ്പോഴാകും രഹസ്യമൊഴി എടുക്കാൻ ഒരുങ്ങുന്നത്? അശ്വതി, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ യുവതിയുടെ മൊഴിയെടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് SIT. രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നതിനുള്ള അനുമതി ഹൈക്കോടതിയുടെ അനുമതി തേടിയിട്ടുണ്ട്. വീഡിയോ കോൺഫറൻസിലൂടെയായിരിക്കും എംബസി മുഖേന ഈ രഹസ്യമൊഴി രേഖപ്പെടുത്തുക. എന്തായാലും ഇതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് SIT. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പോൾ തെളിവെടുപ്പിനായി കൊണ്ടുവന്നിരിക്കുകയാണ്. അതേ സാഹചര്യത്തിൽ തന്നെ ഈ യുവതിയുടെ മൊഴിയും കൂടി രഹസ്യമൊഴി രേഖപ്പെടുത്തണം എന്നുള്ളതാണ് SITയുടെ ഇപ്പോഴുള്ള തീരുമാനമെന്ന് പറയുന്നത്. അതിനുവേണ്ടിയുള്ള നടപടികളാണ് SITയുടെ ഭാഗത്ത് നിന്നും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഉടൻ തന്നെ ഈ ഒരു യുവതി നാട്ടിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം മുൻപ് തന്നെ SIT പറഞ്ഞിരുന്നു. യുവതിയുടെ നാട്ടിലോട്ട് എത്തണമെന്നും അതുപോലെ തന്നെ ഈ ഒരു മൊഴി നൽകണമെന്നുള്ള ആവശ്യം SIT മുൻപ് പൂങ്കുഴലി ഉൾപ്പെടെയുള്ള സംഘം ഈ ഒരു യുവതിയോട് പറഞ്ഞിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ യുവതി ഉടൻ തന്നെ നാട്ടിലേക്ക് എത്തുമെന്നും അതേസമയം ഹൈക്കോടതി ഈ യുവതിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള വീഡിയോ കോൺഫറൻസിലൂടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഹൈക്കോടതിയുടെ അനുമതി കൂടി SIT ഈ തിങ്കളാഴ്ച തേടുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും യുവതിയുടെ മൊഴി ലഭിച്ച ശേഷം അത് രാഹുൽ മാങ്കൂട്ടം ഇതുവരെ മുൻപും സമാന രീതിയിലുള്ള കേസുകൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ കൂടി മൊഴി രേഖപ്പെടുത്തുന്നതിന് ഇത്രയും കാലതാമസം ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ഒട്ടും കാലതാമസമില്ലാതെ ഉടൻ തന്നെ മൊഴി രേഖപ്പെടുത്താനുള്ളൊരു നടപടികളിലേക്ക് ഈ SIT സംഘം കടന്നിരിക്കുകയാണ്. എന്തായാലും ഇത് ഈ ഒരു കേസിന് വളരെ വലിയൊരു പുരോഗമനം ഉണ്ടാകുമെന്നതിൻ്റെ തെളിവ് തന്നെയാണ്. കാരണം SIT ഒരു ലാഗും കൂടാതെ ഈ ഒരു കേസ് അന്വേഷണം പൂർത്തിയാക്കാനുള്ള ഒരു നടപടികളിലേക്കാണ് ഈ ഒരു മൊഴി എടുപ്പിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത്. എന്തായാലും തിങ്കളാഴ്ച SIT ഹൈക്കോടതിയിൽ ഒരു അനുമതി തേടുന്നുണ്ട്. ഈ മൊഴി രേഖപ്പെടുത്തുന്നതിനും മറ്റുമുള്ള ആ ഒരു അനുമതി ലഭിച്ച ശേഷമാകും എംബസി മുഖേന ഈ യുവതിയുടെ മൊഴി രേഖപ്പെടുത്തുക. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ ചോദ്യം ചെയ്യാൻ ലഭിച്ച അവസരത്തിൽ തന്നെ യുവതിയുടെ മൊഴി രേഖപ്പെടുത്തുന്നതിനുള്ള കൂടുതൽ തെളിവുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ SIT സംഘത്തിന് ലഭിക്കുമെന്നത് തീർച്ചയാണ്. ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് മൊഴി രേഖപ്പെടുത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതിജീവിത മുൻപും സമാന രീതിയിൽ രണ്ട് അതിജീവിതമാരുണ്ടായിരുന്നു. പക്ഷേ ഇവരുടെ മൊഴികൾ അല്ലെങ്കിൽ ഇവർ നൽകിയ പരാതികളൊന്നും തന്നെ കോടതിയിൽ നിലനിന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. പക്ഷേ തീർച്ചയായും ശ്രീനന്ദ, അത് തന്നെയാണ് ഈ മൂന്നാമത്തെ പരാതിയിൽ രാഹുലിനെതിരായുള്ള കുരുക്ക് മുറുകും. കാരണം അത്രമേൽ തെളിവുകളുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി. സാമ്പത്തിക ചൂഷണം ചെയ്തതിനടക്കമുള്ള തെളിവുകൾ, ബാങ്ക് ഡീറ്റെയിൽസ്, ചാറ്റ്, ഒപ്പം ഈ റൂമിലെത്തിയ CCTV ദൃശ്യങ്ങളടക്കം ഈ പെൺകുട്ടിയുടെ അല്ലെങ്കിൽ തെളിവായി സമർപ്പിച്ചിട്ടുണ്ട്. എന്നാലും രാഹുൽ ഈ കേസിൽ കൂടുതൽ അഴിയെണ്ണാനുള്ള സാധ്യത കൂടുതലാണ്.